ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണമെന്നും അവരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ദേവി അഹല്യ വിശ്വവിദ്യാലയത്തിൽ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. തുടർച്ചയായി ശുചിത്വ സർവേയിൽ ഒന്നാമതെത്തിയ ഇൻഡോർ നഗരത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. മധ്യപ്രദേശ് സന്ദർശനം പൂർത്തിയാക്കി ഝാർഖണ്ഡിലെത്തുന്ന രാഷ്ട്രപതി റാഞ്ചിയിൽ ICAR ശതാബ്ദി സമ്മേളനത്തെ നാളെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ US സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. വിൽമിംഗ്ടണിൽ 21-ന് നടക്കുന്ന ക്വാഡ് നേതൃതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ലോക നേതാക്കളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും ഇതോടനുബന്ധിച്ച് നടക്കും. തുടർന്ന് ന്യൂയോർക്കിലെത്തുന്ന പ്രധാനമന്ത്രി അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. 23-ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടക്കുന്ന ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. മലപ്പുറം ജില്ലയിൽ എംപോക്സ് രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് പിടിപെട്ട വൈറസിന്റെ വകഭേദം കണ്ടെത്താൻ ജീനോം സീക്വൻസിംഗ് നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. നിപ എംപോക്സ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതായും മന്ത്രി പറഞ്ഞു. വൈറസിന്റെ വകഭേദം കണ്ടെത്തിയാൽ വ്യാപനശേഷി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു. എംപോക്സ് ബാധിച്ച രോഗിയുടെ നില തൃപ്തികരമാണ്. സമ്പർക്ക പട്ടികയിൽ 23 പേരാണുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നു പുറത്തുവന്ന ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇതോടെ ആകെ 37 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ന് പുതുതായി 2 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ്. രോഗലക്ഷണങ്ങളുമായി 2 പേരെ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരടക്കം 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 21 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. മലയാളി ചാർട്ടേഡ് അക്കൌണ്ടന്റ് അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിന് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തിലാജെ. അന്നയുടെ മരണം ഏറെ സങ്കടകരമാണെന്നും തൊഴിലിടത്തെ ചൂഷണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും ശ്രീമതി ശോഭ കരന്തിലാജെ അറിയിച്ചു. പൂനെയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മകളുടെ മരണം ജോലിഭാരം മൂലമാണെന്ന് അന്നയുടെ മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കും. ഇതിനായി കാർവാറിൽ നിന്നുള്ള ഡ്രഡ്ജർ സ്ഥലത്തെത്തിച്ചു. ശക്തമായ മഴയിൽ കഴിഞ്ഞ ജൂലൈ 16-നുണ്ടായ മണ്ണിടിച്ചിലിലാണ് അർജുനെ കാണാതായത്. PM വിശ്വകർമ്മ പദ്ധതിയുടെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ കഴക്കൂട്ടം നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമണിൽ നടക്കുന്ന പരിപാടിയിൽ പദ്ധതി ഗുണഭോക്താക്കളുടെ സർട്ടിഫിക്കറ്റും അദ്ദേഹം വിതരണം ചെയ്യും. മഹാരാഷ്ട്രയിലെ വാർധയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയ PM വിശ്വകർമ്മ പരിപാടിയുടെ തത്സമയ പ്രദർശനവും ഉണ്ടാകും. സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പാസ്പോർട്ട് സേവാ പോർട്ടൽ നാളെ രാത്രി 8 മണി മുതൽ തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി വരെ പ്രവർത്തനരഹിതമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ആൽത്തറ മേട്ടുകട റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ലൈനുകൾ ചാർജ് ചെയ്യുന്ന ജോലികൾ നടക്കുന്നതിനാൽ ഈ മാസം 24-ന് പകൽ 10 മണി മുതൽ രാത്രി 12 മണി വരെ പ്രദേശത്ത് ജലവിതരണം മുടങ്ങും. വഴുതക്കാട് ഉദാര ശിരോമണി റോഡ്, പാലോട്ടുകോണം CHM നഗർ, ശിശുവിഹാർ ലൈൻ, കോട്ടൺ ഹിൽ, ഇടപ്പഴിഞ്ഞി, K അനിരുദ്ധൻ റോഡ്, ഇറക്കം റോഡ്, മേട്ടുകട, വലിയശാല, തൈക്കാട് എന്നീ പ്രദേശങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തനത് ഭൂമി റവന്യൂ വകുപ്പിലേക്ക് മാറ്റി അർഹരായവർക്ക് പട്ടയം കൊടുക്കാൻ സർക്കാർ ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി K രാജൻ. മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്ക് തല പട്ടയ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാർ വില കൊടുത്തു വാങ്ങി പഞ്ചായത്തിന് നൽകിയ ഭൂമി, വിവിധ ഹൌസിംഗ് പ്രോജക്ടുകൾക്കായി പഞ്ചായത്തുകളുടെ കൈവശം വന്ന ഭൂമി തുടങ്ങിയവ ഇതിനായി ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണത്തിന് നാളെ തുടക്കമാകും. മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ പുന്നമട വാർഡിനെയും നെഹ്റു ട്രോഫി വാർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം കുട്ടനാടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് പുതിയ മാനം നൽകുമെന്നാണ് വിലയിരുത്തൽ. ഭക്ഷ്യസുരക്ഷയ്ക്കും ഭക്ഷ്യമേഖലയുടെ നവീകരണത്തിനും ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ആരംഭിച്ച വേൾഡ് ഫുഡ് ഇന്ത്യ 2024 പരിപാടിയെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.